ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ലോകമെമ്പാടും ഇരുന്ന് പല സമയങ്ങളിലായി പല ദിവസങ്ങളിലായി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് സ്പർശിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ ആഗ്രഹിക്കുന്നത് അല്പസമയം അവനോടുകൂടെ, അല്പസമയം ദൈവത്തോടുകൂടെ. എന്തായാലും ഈ അല്പസമയം എന്ന വാക്ക് ഞാൻ ഇന്നത്തെ ഈ മെസ്സേജിനിട്ടത്, അല്ലെങ്കിൽ അല്പസമയം എന്ന വാക്ക് ഞാൻ ഉച്ചരിച്ചത് നിങ്ങളിൽ പലർക്കും ഇഷ്ടമാകാൻ സാധ്യതയില്ല. കാരണം ഞാൻ അടക്കമുള്ള എല്ലാവരും എപ്പോഴും ദൈവത്തോടു കൂടി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ശരിയല്ലേ? എപ്പോഴും ദൈവത്തോടു കൂടി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാലും ഒരല്പസമയം, മുഴുവൻ സമയത്തെ അല്ല, ഒരല്പസമയം നമ്മൾ ദൈവത്തോടു കൂടെ ഇരുന്നാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇത് മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 35 മിനിറ്റത്തെ ഈ ഒരു സന്ദേശം, ആ മുഴുവൻ സമയവും നിങ്ങൾ കർത്താവിന് കൊടുക്കണം. അരമണിക്കൂർ അല്ലെങ്കിൽ 35 മിനിറ്റുള്ള ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ ഒന്നും കൂടെ പണിതെടുക്കും എന്ന് ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചേ, അല്പസമയം കർത്താവിൻ്റെ കൂടെ ഇരുന്നാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം മാത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പിടികിട്ടത്തില്ല. എന്നാലും ഞാനൊന്ന് വായിക്കാൻ പോവുക. ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. യാക്കോബ് ദൈവത്തിൻ്റെ മുഖാമുഖമായി കണ്ടു എന്ന് ബൈബിൾ പറയുന്നു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും, ബൈബിളിൽ ദൈവത്തെ മുഖാമുഖമായി കണ്ടവർ കുറവാണ്. ദൈവത്തിൻ്റെ തേജസ് കണ്ടവരുണ്ട്, ദൈവത്തിൻ്റെ പുറംഭാഗം കണ്ടവരുണ്ട്. പക്ഷെ ദൈവത്തെ മുഖാമുഖമായി കണ്ടു എന്ന് യാക്കോബ് ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ ദൈവമായിട്ട് തൻ്റെ മുമ്പിൽ വെളിപ്പെട്ടതല്ല, ദൈവം ഒരു പുരുഷൻ്റെ രൂപത്തിൽ തൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു. ഈ ചരിത്രം ശരിക്കു പറഞ്ഞാൽ ഇതൊരു 2-3 എപ്പിസോഡുകളായിട്ട് എടുക്കേണ്ട ഒരു വളരെ ആഴമേറിയ ദൂതുള്ള ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. ഇത് 32-ന്റെ അധ്യായം മാത്രം എടുത്തിട്ട് കാര്യമില്ല. ഇതിനകത്ത് 31 ചേർക്കണം, 30 ചേർക്കണം. അങ്ങനെ നമ്മളൊരു 3, 4, 5 അധ്യായങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് സംസാരിക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ആഴങ്ങൾ മനസ്സിലാകുന്നത്. നിങ്ങൾ ഒരിക്കലും പഴയ നിയമത്തെ വില കുറച്ച് കാണരുത്, പുതിയ നിയമത്തെയും വില കുറച്ച് കാണരുത്. 2 പുസ്തകങ്ങളും സമപ്രാധാന്യം അർഹിക്കുന്ന പുസ്തകങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പഴയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാകാനുള്ള സാധ്യത കുറവാണ്. കാരണം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകൾ, ആ കാലം, അന്നത്തെ ഭരണം, അന്നത്തെ രീതികൾ എല്ലാം കാരണം മനസ്സിലാക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ പുതിയ നിയമത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. കാരണം യേശുവിൻ്റെയും യേശുവിൻ്റെ അത്ഭുതങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ പുതിയ നിയമത്തിനകത്ത് കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. എന്നാൽ യാക്കോബിൻ്റെ വാക്കിൽ ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു. എപ്പോഴാണ് ദൈവത്തെ മുഖാമുഖമായി യാക്കോബ് കണ്ടതെന്നറിയാമോ? ചിലരുടെ മുഖം യാക്കോബിൻ്റെ മുഖത്തിന് നേരെ പഴയതുപോലെ അല്ലാതിരുന്നപ്പോഴാണ്. ഇനി നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് വേണം കേട്ടോ, അരമണിക്കൂറേ ഉള്ളൂ, നിങ്ങളുടെ ശ്രദ്ധ വേണം. എപ്പോഴാണ് ദൈവത്തെ മുഖാമുഖമായി യാക്കോബ് കണ്ട സന്ദർഭം എന്നറിയാവോ? യാക്കോബ് ദൈവത്തെ മുഖാമുഖമായി കണ്ട സന്ദർഭം എപ്പോഴാണെന്നറിയാവോ? ചില ആൾക്കാരുടെ, അതായത് കഴിഞ്ഞ ദിവസം നല്ല മുഖത്തോടെ ഇരുന്ന ചിലർക്ക് ഇന്ന് അദ്ദേഹത്തോട് ആ പഴയ മുഖമല്ല, ഇന്നലത്തെ മുഖമല്ല. കമോൺ, പിടികിട്ടുന്നുണ്ടോ? മനസ്സിലായില്ല. 31-ാമത്തെ അധ്യായത്തിലേക്ക് വന്നേ. ജെനസിസ് ചാപ്റ്റർ 31. നമുക്കതിൻ്റെ 1 മുതൽ വായിച്ചാലോ? 1 മുതൽ വായിക്കാം. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞ് ഞങ്ങളുടെ അപ്പൻ്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാൻ്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു. യാക്കോബ് ലാബാൻ്റെ മുഖത്ത് നോക്കിയാറേ അത് തൻ്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ല എന്ന് കണ്ടു. കാര്യം മനസ്സിലായോ? യാക്കോബ് ലാബാൻ്റെ മുഖത്ത് നോക്കിയാറേ അത് തൻ്റെ നേരെ
മുമ്പേ ഇരുന്നതുപോലെ അല്ല. മനുഷ്യൻ്റെ മുഖം നോക്കി, ഞാൻ കഴിഞ്ഞ ദിവസം മനുഷ്യൻ്റെ മുഖത്ത് നോക്കുന്നതിനെക്കുറിച്ച് ഇന്നലെ രാത്രിത്തെ ടങ്സ് പ്രയറിന് ശേഷം ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ അങ്ങനൊരു ചിന്ത ഇട്ടിട്ട് ഒരു മെസ്സേജ് ഇന്നലെ ഞാൻ തന്നായിരുന്നു. ഇതൊക്കെ അന്നേരം കർത്താവ് തരുന്നതാട്ടോ. ഇതൊക്കെ അന്നേരം ദൈവം തരുന്ന മെസ്സേജുകളാണ്. അല്ലാതെ ഞാൻ ആഗ്രഹിക്കുന്നത് ആ 1 hour പ്രാർത്ഥനയാണ്. പക്ഷേ ഒരുപാട് പേർക്ക് അതിനിടയിൽ ഒരു ചെറിയ ചിന്ത കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തു. അതൊരു വലിയ ഡെലിവറൻസ് ആയിരുന്നു ഇന്നലത്തെ മെസ്സേജ്. ഓക്കെ, കം ടു ദ പോയിന്റ്. യാക്കോബ് ലാബാൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ പല വാക്കുകളെ പ്രതി പലരുടെ വായിൽ നിന്നുള്ള വാക്കുകൾ കേട്ട്, തൻ്റെ പുത്രന്മാരുടെ വായിലെ വാക്കുകൾ കേട്ട്, പല ചിന്തകൾ കേട്ട് ലാബാൻ്റെ ഉള്ളം യാക്കോബിനോടൊരു പ്രതികൂലം, ഈ ലാബാൻ്റെ ഉള്ളം യാക്കോബിനോടൊരു എതിർപ്പ്, ഒരു കോപം, അതെന്തോ ചെയ്തു? മുഖത്ത് എക്സ്പ്രസ് ചെയ്തു. ഈ അകത്തുള്ളത് മുഖത്ത് എക്സ്പ്രസ് ചെയ്യും. അകത്തുള്ളത് മുഖത്ത് റിവീലായിട്ട് വരും. അതൊരു എക്സ്പ്രഷനാണ്. ആ എക്സ്പ്രഷനിൽ അത് വരും. ഇവിടെ ലാബാൻ്റെ മുഖത്ത് രാവിലെ കണ്ട ലാബാൻ്റെ മുഖമല്ല യാക്കോബ് വന്ന് ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ. കാരണം യാക്കോബ് തന്നെ അത് റിയലൈസ് ചെയ്യാണ്, ലാബാൻ്റെ മുഖം മുമ്പേ ഇരുന്നതുപോലെ അല്ല ഇപ്പോൾ എൻ്റെ നേരെ. അതുകൊണ്ട് എന്താ ചെയ്തേ? ലാബാൻ്റെ മുഖം കറുത്തു എന്ന് പറഞ്ഞ് യാക്കോബിന് അന്നത്തെ ദിവസം പോയില്ല. ഉടനെ ഒരു ദൈവശബ്ദം യാക്കോബിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. യാക്കോബിൻ്റെ ജീവിതത്തിലെ നീതി കാണുന്ന ഒരു ദൈവമുണ്ട്. യാക്കോബിൻ്റെ ജീവിതത്തിലെ നീതി കാണുന്നൊരു ദൈവമുണ്ട്. യാക്കോബ് ഉപായിയാണെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ യാക്കോബിൻ്റെ ജീവിതത്തിലെ നീതി കാണുന്ന ഒരു ദൈവമുണ്ട്. 10 പ്രാവശ്യം ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, 10 പ്രാവശ്യം യാക്കോബിനോടുള്ള പ്രതിഫലം, യാക്കോബിൻ്റെ പ്രതിഫലം മാറ്റി 10 പ്രാവശ്യം യാക്കോബിനെ വട്ടം ചുറ്റിച്ച ചരിത്രം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 31-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷേ ലാബാൻ്റെ മുഖം യാക്കോബിൻ്റെ മുഖത്തിന് നേരെ പ്രതികൂലമായപ്പോൾ ദൈവത്തിൻ്റെ മുഖം യാക്കോബിൻ്റെ മുഖത്തിന് നേരെ അനുകൂലമായി. ഒന്നുകൂടെ, ലാബാൻ്റെ മുഖം യാക്കോബിൻ്റെ മുഖത്തിന് നേരെ പ്രതികൂലമായപ്പോൾ ദൈവത്തിൻ്റെ മുഖം യാക്കോബിൻ്റെ മുഖത്തിന് നേരെ അനുകൂലമായി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വേർഡ് അല്പസമയം ദൈവസന്നിധിയിൽ ദൈവത്തോടുകൂടെ ഇരിക്കാമെന്ന്, ദൈവവചനം കേൾക്കാമെന്ന്, ലഭ്യമാകുന്ന സമയം അല്പമൊന്ന് പ്രാർത്ഥിക്കാമെന്ന്, അല്പമൊന്ന് വചനം ചിന്തിക്കാമെന്നൊക്കെ തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ തുറന്നു തന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പ്രവചിക്കുന്നു. പലരുടെയും മുഖം നിങ്ങളുടെ മുഖത്തിന് നേരെ പ്രതികൂലമാകുമ്പോൾ ദൈവത്തിൻ്റെ മുഖം നിന്റെ മുഖത്തിന് നേരെ അനുകൂലമാകും. പലരുടെയും മുഖം നിന്റെ മുഖം കണ്ട് നിന്നിൽ നിന്നും അകന്നു നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ മുഖം നിന്റെ മുഖത്തിന് നേരെ തിരിഞ്ഞു വരും. പലരുടെയും മുഖം നിന്റെ മുഖത്തിന് നേരെ മുമ്പേ ഇരുന്നതുപോലെ അല്ലാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം മുമ്പൊന്നും നിന്റെ ജീവിതത്തിൽ ആയിട്ടില്ലാത്തതുപോലെ നിന്റെ നേരെ അനുകൂലമായിട്ട് വരും. അത് സ്വന്തം ഭവനത്തിൽ നിന്നായിരിക്കാം, സ്വന്തം സ്ഥാപനത്തിൽ നിന്നായിരിക്കാം, സ്വന്തം കുടുംബത്തിൽ നിന്നായിരിക്കാം, നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ ആയിരിക്കാം, സ്വന്തം സഭയിൽ നിന്നായിരിക്കാം. അവരുടെ മുഖം നിങ്ങളുടെ മുഖത്തിന് നേരെ മുമ്പേ ഇരുന്നതുപോലെ അല്ലാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം മുമ്പൊന്നും ഇല്ലാത്തതുപോലെ നിന്റെ മുഖത്തിന് നേരെ അനുകൂലമായി മാറും. ഇതൊരു പ്രവചന ശബ്ദമാണ്. യാക്കോബ് ദൈവത്തിൽ ആശ്രയിച്ചു. ഉടനെ ഒരു ദൈവശബ്ദം വെളിപ്പെട്ടു. അപ്പോൾ യഹോവ, നിങ്ങൾ ആ അപ്പോൾ എന്നുള്ള വാക്ക് എപ്പോഴാ വന്നതെന്ന് നോക്കണം. അപ്പോൾ എന്ന വാക്ക് എപ്പോഴാ വന്നതെന്ന് നോക്കണം. 2-ാമത്തെ വാക്യത്തിലാ പറയുന്നത്, ലാബാന്റെ മുഖത്ത് യാക്കോബ് നോക്കിയാറേ, ലാബാന്റെ മുഖം മുമ്പേ ഇരുന്നതുപോലെ അല്ല എന്ന് യാക്കോബ് കണ്ടു. 2-ാമത്തെ വാക്യം തീർന്നു. 3-ാമത്തെ വാക്യം തുടങ്ങുന്നു, അപ്പോൾ യഹോവ യാക്കോബിനോട്. ചിലരുടെ മുഖം നിനക്ക് പ്രതികൂലമാണെന്ന് കണ്ട് ഗതികേട് കൊണ്ട് അധിക സമയം നിനക്ക് അവിടെ നിൽക്കേണ്ടി വരത്തില്ല. ചിലരുടെ മുഖം മുഷിഞ്ഞ മുഖവും കണ്ട് ഗതികേട് കൊണ്ട് അവരുടെ ഔദാര്യവും പറ്റി നിനക്ക് അവിടെ അധികം കാലം കഴിയേണ്ടി വരത്തില്ല. അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെലവിടാൻ തയ്യാറാണെങ്കിൽ, ദൈവം പറയുന്നത് കേൾക്കാനുള്ള ആത്മീയ കാതുകൾക്ക് കുരുട് സംഭവിച്ചിട്ടില്ലെങ്കിൽ, ബധിരത ബാധിച്ചിട്ടില്ലെങ്കിൽ,
ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ദൈവം നിന്നോട് സംസാരിക്കും. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ കർത്താവ് നിന്റെ ജീവിതത്തോട് ഇടപെടും. ഇതുപോലെയുള്ള സന്ദർഭത്തിൽ ദൈവം നിന്നോട് വായി തുറക്കും. എപ്പോഴും ദൈവം വായി തുറന്നിട്ടുണ്ടോ യാക്കോബിനോട്? ഇല്ല. എന്നാൽ ഇപ്പോൾ ദൈവം വായി തുറക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആരോടോ പറയുന്നു, ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. ഞാൻ ഒരു വാക്കും കൂടെ ചേർത്ത് പറയുകയാണ്. എൻ്റെ ഉള്ളിൽ അത് എഴുതി കാണിക്കുന്നു. നിങ്ങൾ ഇതേ ചാനലിലെ അനേക മെസ്സേജുകൾ നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെയാണ് പ്രസംഗിച്ചത്. പക്ഷേ ഇന്നത്തെ ഈ ദൈവശബ്ദം പലരെയും തൊടുന്നു. ഇന്നത്തെ ഈ സന്ദർഭം പലരുടെയും ജീവിതത്തോടുള്ള ദൈവിക ഇടപെടലാണ്. ഇന്നത്തെ ഈ സന്ദേശം അനേക ഹൃദയങ്ങൾക്കുള്ള ഉത്തരപ്പൊതികളായിട്ടാണ് ദൈവം ഈ സന്ദേശം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ മുഖം മറ്റുള്ളവരുടെ മുഖത്തെ നോക്കി കുനിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ, ചിലരുടെ മുഖഭാവം നിന്റെ മുഖത്തിന് നേരെ ക്രുദ്ധിച്ചിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് അവരുടെ മുഖത്ത് നോക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ, അമ്മ തുല്യമായവരുടേതും അപ്പൻ്റെ തുല്യമായവരുടേതും അമ്മായി അപ്പൻ്റെ തുല്യമായവരുടേതും ഉപ്പുപ്പായുടെ തുല്യമായവരുടേതും എല്ലാം നിങ്ങൾക്ക് നേരെ സഹോദര തുല്യമായവരുടേതുമൊക്കെ ചിരിച്ചുകൊണ്ടിരുന്ന മുഖങ്ങൾ പല കാരണങ്ങളാൽ നിങ്ങളുടെ മുമ്പിൽ മുമ്പേ ഇരുന്നത് പോലെ അല്ല ഇപ്പോൾ എങ്കിൽ, ഇതാ പ്രിയപ്പെട്ട കുടുംബമേ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അവരുടെ മുഖം നിന്റെ മുഖത്തിന് നേരെ പ്രതികൂലമാകുമ്പോൾ, അവരുടെ മുഖം നിന്റെ മുഖത്തിന് നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ലാത്ത ഒരു അനുഭവത്തിൽ വരുമ്പോൾ, സർവശക്തനായ ദൈവത്തിൻ്റെ മുഖം മുമ്പൊന്നും ഇല്ലാത്തതുപോലെ നിന്റെ മുഖത്തിന് നേരെ കരുണയോടെ തിരിയും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. പ്രൈസ് ടു ജീസസ്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന കുടുംബമാണോ, വ്യക്തിയാണോ, ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണോ? നിന്റെ മുഖം ലജ്ജിക്കത്തില്ല. വചനം പറയുന്നു, 3-ാമത്തെ വാക്യം ഉടനെ തുടങ്ങണം. അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോക. നിനക്കൊരു മടങ്ങി വരവുണ്ട് സുഹൃത്തെ. സന്തോഷകരമായൊരു ജീവിതം, എല്ലാവരുമായിട്ട് ഒരുമിച്ചുള്ളൊരു ആനന്ദകരമായ ജീവിതം, ആനന്ദകരമായ ആരാധന, പരിശുദ്ധാത്മാവിലെ സന്തോഷം എല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇന്നതെല്ലാം മങ്ങിയതുപോലെ, മരവിച്ചതുപോലെ, അന്യം നിൽക്കുന്നത് പോലെ, ഒരു ഏകാന്തതയോടെയും ഒരു വേദനയോടെയും ഒരു കയ്പോടുകൂടെയും നീ ജീവിതം അനുഭവിച്ച് തീർക്കുകയാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ മുഖം നിന്റെ നേരെ തിരിയുന്ന സമയമാണ് മറ്റുള്ളവരുടെ മുഖം നിനക്ക് പ്രതികൂലമായി മാറുന്നത്. ആ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും ദൈവശബ്ദം മുറിഞ്ഞു പോകാത്ത ഒരു ബന്ധം യാക്കോബ് കാത്തു സൂക്ഷിച്ചു. യാക്കോബിനെ കുറിച്ച് ദൈവത്തിൻ്റെ തന്നെ സാക്ഷ്യം എന്താണെന്നറിയാമോ? നീ മനുഷ്യരോടും ദൈവത്തോടും മല്ല് പിടിച്ച് ജയിച്ചു. ദൂതന്മാരോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നായി മാറും. ആത്മീയ ജീവിതത്തിൽ മല്ലുപിടിയിൽ മടുത്തു പോകരുത്. ഒന്നും കൂടെ വ്യക്തതയോടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ആത്മീയ യുദ്ധത്തിൽ മടുത്തു പോകരുത്. ആത്മീയ യുദ്ധമുണ്ട്. അല്പസമയം ദൈവത്തോടു കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വാക്കാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അല്പസമയം ദൈവത്തോടു കൂടി ഇരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അധിക സമയം നിനക്ക് പൈശാചിക രാജ്യങ്ങളോട് യുദ്ധമുണ്ട്. ഹല്ലേലൂയ. അല്പസമയം ദൈവത്തോടു കൂടി ഇരിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, അധികം സമയം നിനക്ക് പൈശാചിക രാജ്യങ്ങളോട് യുദ്ധമുണ്ട്. ദൈവസന്നിധിയിൽ ഇരിക്കുന്നവനെ സാത്താൻ ഇഷ്ടമല്ല. എന്നാൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവനെ ദൈവം ബലപ്പെടുത്തും. നീ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ചില കാര്യങ്ങൾ ചെയ്യാൻ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ കാണാൻ. യാക്കോബിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ദൂതനുമായിട്ടൊരു മല്ലുപിടി. അവസാനം അത് പുരുഷന്റെ രൂപത്തിൽ വന്നു, മല്ല് പിടിച്ചു. കഴിഞ്ഞപ്പോൾ യാക്കോബ് ഒരു ചോദ്യം ചോദിക്കുക, നീ ആരാ എന്ന ഒരു ചോദ്യം യാക്കോബിൻ്റെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ ഇതാരോടാ മല്ല് പിടിക്കുന്നതെന്ന് അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. ആത്മീയ ജീവിതത്തിൽ നമ്മളും ആരോടാണ് മല്ല് പിടിക്കുന്നതെന്നും നമുക്ക് ആരോടാണ് യുദ്ധമുള്ളതെന്നും നമുക്ക് ആരോടാണ് നാം ആർക്കാണ് വിധേയപ്പെടേണ്ടതെന്നും നമുക്ക് ആരോടാണ് കടപ്പാടെന്നും നമുക്കും അറിയത്തില്ല. പക്ഷേ യാക്കോബിൻ്റെ പ്രവൃത്തിയിൽ
പ്രീതി തോന്നിയ ദൈവം, വചനം പറയുന്നു, അവൻ പേര് പറഞ്ഞില്ല, പക്ഷെ അവനെ അനുഗ്രഹിച്ചേച്ചും പോയി. പക്ഷേ ആ യാക്കോബിനെ അനുഗ്രഹിച്ചേച്ചും പോയി. ഞാൻ സമയക്കുറവുകൊണ്ട് വചനം എടുക്കാത്ത കേട്ടോ. ഈ അധ്യായത്തിൽ തന്നെയുണ്ട്. യാക്കോബ് അവനെ അനുഗ്രഹിച്ചേച്ചും പോയി. യാക്കോബിനെ ആ ദൂതൻ അനുഗ്രഹിച്ചേച്ചും പോയി യേശുവിൻ്റെ നാമത്തിൽ. ആ മൽപ്പിടുത്തത്തിൽ ഒറ്റ വാക്കേ യാക്കോബ് പറഞ്ഞുള്ളൂ, നീ എന്തായാലും വന്നു, ഞാൻ എന്തായാലും നിന്നെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, കൈവിട്ട കളിയാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. നീ എന്തായാലും ഒരു സാധാരണക്കാരനല്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും അനുഗ്രഹിച്ചു എന്ന് വചനം പറഞ്ഞപ്പോഴാണ് യാക്കോബ് അവനോട്, അതിൻ്റെ 29-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യാക്കോബ് അവനോട് നിന്റെ പേർ, ജനസിസ് ചാപ്റ്റർ 32 വേഴ്സ് 29, ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം. യാക്കോബ് അവനോട് നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. നീ എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് ഒരുപാട് പേരുടെ അനുഗ്രഹം മേടിച്ചിട്ടുണ്ട്. യാക്കോബ് ഒരുപാട് പേരുടെ അനുഗ്രഹം മേടിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ആരും അനുഗ്രഹിക്കാത്തതുപോലത്തെ, ആരും അനുഗ്രഹിക്കുമ്പോൾ കണ്ടിട്ടില്ലാത്തതുപോലത്തെ എന്തോ ഒരു വിഷൻ, എന്തോ ഒരു കാഴ്ച, എന്തോ ഒരു പ്രത്യേകത ഈ വ്യക്തിയിൽ നിന്ന് വന്ന അനുഗ്രഹത്തിൽ ഉണ്ടായതുകൊണ്ടാണ് 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ ഒരു മനുഷ്യനെ കണ്ടു എന്നല്ല, ഞാൻ വർഷങ്ങൾ കാത്തിരുന്നൊരു വ്യക്തിയെ കണ്ടു എന്നല്ല, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനെ കണ്ടു എന്നല്ല, ഞാൻ ദൂതനെ കണ്ടു എന്നുമല്ല. അനുഗ്രഹത്തെ നോട്ടീസ് ചെയ്ത യാക്കോബ് പറഞ്ഞു, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ, യാക്കോബ് അനുഭവിച്ചതുപോലത്തെ സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ, യാക്കോബ് അനുഭവിച്ചതുപോലത്തെ മല്ലുപിടുത്തത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, യാക്കോബ് അനുഭവിച്ചതുപോലത്തെ മരണകരമാകുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തെ, അതിന്റെ മധ്യത്തിൽ നീ കാണുന്നത് തകർച്ചയല്ല, മരണമല്ല, മരണദൂതനുമല്ല, നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ്. ആമേൻ. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ്. ലാബാന്റെ മുഖം യാക്കോബിന്റെ മുഖത്തിന് നേരെ നേരത്തെ ഇരുന്നതുപോലെ അല്ല എന്ന് യാക്കോബ് കണ്ടപ്പോ, ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ മുഖം കാണുവാൻ യാക്കോബിനൊരു വാതിൽ തുറന്നു കിട്ടുകയാണ്. Oh mighty God, in Jesus name. ചില വ്യക്തികൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോ, നിന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഇല്ലാത്ത ഒരു ദൈവത്തിന്റെ അനുഭവം, ഒരു ദൈവിക അനുഭവം നിന്റെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. പലരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറല്ലാതിരിക്കുമ്പോ, നിന്നെ ബ്ലസ് ചെയ്യാൻ തയ്യാറല്ലാതിരിക്കുമ്പോ, നിന്നെ വിഷ് ചെയ്യാൻ തയ്യാറല്ലാതിരിക്കുമ്പോ, നിന്നെ റിസീവ് ചെയ്യാൻ തയ്യാറല്ലാതിരിക്കുമ്പോ, ആ സന്ദർഭം ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ദൈവം എടുക്കും. യാക്കോബിന്റെ മുഖത്തിന് നേരെ ഒരുവൻ പ്രതികൂലമായി എന്ന് കണ്ടപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ മുഖം കാണിച്ച് തന്റെ ഭക്തനെ കടാക്ഷിക്കാൻ മനസ്സ് തോന്നിയവനല്ലേ എന്റെ ദൈവം? അങ്ങനെയെങ്കിൽ ആ ദൈവം നമ്മളോടും കരുണ തോന്നാതിരിക്കുമോ? ആമേൻ. പ്രൈസ് ടു ജീസസ്. അല്പസമയം ദൈവസന്നിധിയിൽ ഇരുന്നാൽ ഉള്ള പ്രത്യേകതയാണ്, അതിൻ്റെ ഒരൊറ്റ വാക്യമേ ഞാൻ തൊട്ടിട്ടുള്ളൂ, പക്ഷെ അതൊരു വലിയ സന്ദേശമാണ്. രണ്ടാമത്തെ കാര്യം, വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് വന്ന് ദൈവത്തോടു കൂടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാമല്ലോ. അല്പസമയം നാം ദൈവത്തോടു കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ നിലവാരം മാറും. കർത്തൃദിവസത്തിൽ വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എപ്പോഴാ കർത്തൃദിവസം? ഞാൻ ബൈബിളിന് വിരുദ്ധമായി സംസാരിക്കുന്നു എന്ന് പറയരുത്. കർത്തൃദിവസം കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ദിവസങ്ങളാണ്. കർത്തൃദിവസം കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ദിവസങ്ങളാണ്. എനിക്ക് ഇന്നലെ കർത്തൃ ദിവസമായിരുന്നു, ഞാൻ ഇന്നലെ കർത്താവിൻ്റെ കൂടെ ഇരുന്നു. എനിക്കിന്ന് കർത്തൃ ദിവസമാണ്, ഞാൻ ഇന്നും കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെയൊന്ന് കാണാൻ പറ്റുമോ? ആഴ്ചയുടെ അവസാനത്തെ ദിവസമാണോ കർത്തൃ ദിവസം? മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണോ കർത്തൃ ദിവസം? ഇന്ന് എനിക്കൊന്ന് മീറ്റിങ്ങിലൊന്ന് ശക്തി പ്രാപിക്കാൻ പറ്റി, ആ ദിവസമാണോ കർത്തൃ ദിവസം? നോ.
ദൈവത്തോടു കൂടി ഇരിക്കുന്ന ദിവസം കർത്തൃ ദിവസം. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. I was in the spirit on the Lord's day. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിലായി എന്നാ പറയുന്നത്. I was in the spirit on the Lord's day. ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തോടു കൂടെ ഇരുന്ന സന്ദർഭങ്ങളിലായി. പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവത്തോടു കൂടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിലാകും. വചനം പറയുന്നു നോക്കി. I was in the spirit on the Lord's day and heard behind me a great voice as of a trumpet. കർത്താവിൻ്റെ കൂടെ ഇരുന്നപ്പോൾ യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ ആത്മനിറവിലായി. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ആത്മനിറവിലായി, ആത്മവിവശതയിലായി. ഒരു ആത്മനിറവിൽ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ആയി ഓപ്പൺ ആകുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വലായി. ഞാൻ അവിടെ നിന്ന് എനിക്കൊരു ദൂത് പറയാനുണ്ട്. ദൈവത്തോടു കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നിന്നെ സാത്താൻ ആക്രമിക്കത്തില്ല. ആരോ പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറന്നു പോകുന്നു, എൻ്റെ ഹൃദയം ഇറങ്ങി ഓടിപ്പോകുന്നു. നോ മോളെ, അങ്ങനെ വരത്തില്ല. വചനം പറയുന്നു, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ. ദൈവത്തിൻ്റെ ദിവസത്തിൽ നമ്മൾ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കൂടെയാണെന്നുള്ള ബോധ്യം വേണം. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കും അങ്ങനെ പറഞ്ഞു നോക്കിയേ, ഞാനിപ്പോൾ ഇരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ഈ സന്നിധിയിൽ സാത്താന് പ്രവേശനമില്ല. എന്നെ മറ്റൊരു ശക്തിക്ക് നിയന്ത്രിക്കാൻ അവകാശമില്ല. ഞാൻ സംസാരിക്കാൻ പോകുന്ന ദൈവത്തോടാണ്. ആ സെക്കൻഡിൽ ആ പരിസ്ഥിതി ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയും. I was in the spirit on the Lord's day. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലിവോദോക്കിയ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. ദൈവത്തോടു കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നാം ദൈവത്തിൻ്റെ ആത്മാവിലാകുന്നു. 2, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. നീ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് നിന്നെ ചില കാര്യങ്ങൾ എഴുതാൻ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഒത്തിരി താല്പര്യമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാനോ ദൈവ ശബ്ദത്തെ ഒന്ന് വിവേചിക്കാനോ ഒന്ന് കേൾക്കാനോ നമുക്ക് പലപ്പോഴും ടൈമില്ല. അല്ലെങ്കിൽ നമ്മളെ ആ ഒരു സാഹചര്യം അനുവദിക്കുന്നില്ല. പക്ഷേ തികച്ചും സ്പിരിറ്റിലായ യോഹന്നാന് മാത്രമേ ദൈവത്തിൻ്റെ കാഹളനാദം കേൾക്കാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ പറയാനുണ്ട്, യോഹന്നാൻ സ്പിരിറ്റിലായതിന് ശേഷമേ പിന്നെ വെളിപ്പാടിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അങ്ങോട്ട് നമ്മളെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അങ്ങോട്ട് എഴുതി വെക്കുന്നത്. നീ കേൾക്കുന്നത്, ഞാൻ ഈ പറയുന്ന സഭകൾക്ക് 7 സഭകൾക്ക് നീ ഒരു പുസ്തകത്തിൽ എഴുതുക എന്ന ഒരു കാഹളനാദത്തിനൊത്ത മഹാനാദം കേട്ടു. വീണ്ടും പറയാനുണ്ട് എനിക്കൊരു ദൂത്. ദൈവത്തോടു കൂടെ ഇരുന്നാൽ നീ കേൾക്കുന്ന ശബ്ദം ഒരു ഓർഡിനറി വോയിസ് ആയിരിക്കത്തില്ല. ഞാൻ വളരെ കൂളായിട്ടാണ് സംസാരിച്ചു പോകുന്ന കേട്ടോ. ഞാൻ പറയുന്ന മെസ്സേജിനകത്ത് അത്രയും കഴമ്പുണ്ട്. ഞാൻ നിങ്ങളോടൊരു അരമണിക്കൂർ സംസാരിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ദൈവസാന്നിധ്യത്തെ അനുഭവിക്കുന്നുവെങ്കിലും അത് ഞാൻ എന്നിൽ തന്നെ ഒതുക്കി ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. അത്രയും പ്രത്യേകത ഇന്നത്തെ മെസ്സേജിനുണ്ട്. ഇന്ന് തുള്ളുന്നതാണ് മെസ്സേജ്, ചാടുന്നതാണ് മെസ്സേജ്, കൈയടിക്കുന്നതാണ് മെസ്സേജ് എന്ന് പറയുന്നവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് കേൾക്കുന്നവർക്ക്, ശ്രദ്ധിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന ഓരോ വാക്കും നിന്റെ ആത്മാവിനെ തൊട്ടുണർത്തിക്കൊണ്ടിരിക്കുന്നതാണെന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. എനിക്കതെൻ്റെ സ്പിരിറ്റിൽ അറിയാൻ പറ്റും. ദൈവത്തോടു കൂടെ ഇരുന്നാൽ നീ സാധാരണമല്ലാത്തൊരു വോയിസ് കേൾക്കും. അല്പസമയം കർത്താവിനോടുകൂടെ ഇരുന്നാൽ നീ ചില കാര്യങ്ങൾക്ക്, അതായത് സ്പിരിറ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുന്നത് അത് ചെയ്യാൻ സാധാരണ മനുഷ്യനില്ലാത്ത ഒരു കാലിബറിലേക്ക് ദൈവം നിന്നെ അപ്ഗ്രേഡ് ചെയ്യും. നീ കാണുന്നത്, യോഹന്നാൻ നീ ഇത്രയും വർഷം, അതായത് നീ പത്മോസിലേക്ക് വരുന്നതിന് മുൻപ് നീ ഒത്തിരി കണ്ടു, ഒരുപാട് കണ്ടു, അത്ഭുതവും കണ്ടു, അടയാളവും കണ്ടു, രോഗശാന്തിയും കണ്ടു, എല്ലാം കണ്ടു. പക്ഷേ അതെഴുതാൻ കർത്താവ് പറഞ്ഞില്ല.
അതെഴുതാൻ പറഞ്ഞില്ല. 1. 2, അതിനെക്കുറിച്ചൊരു ഓർമ്മ പോലും ഇവിടെ ഇല്ല എന്നുള്ളതാ. അതിനെക്കുറിച്ച് ഒരു ഓർമ്മ പോലും ഇവിടെ ഇല്ല എന്നുള്ളതാ. ആ കണ്ട കാര്യങ്ങളെക്കുറിച്ച്, ആ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഓർമ്മ പോലും ഇല്ല. സ്പിരിറ്റിൽ, ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ. ആ സ്പിരിറ്റിലായതിനു ശേഷം അദ്ദേഹം പിന്നെ കാണുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ ദൈവാത്മാവിൽ ചിലരോട് കൈമാറുകയാണ്. നീ ദൈവസന്നിധിയിൽ ഇരുന്ന് നീ ദൈവത്തിൻ്റെ ആത്മാവിലായി കഴിയുമ്പോൾ പിന്നെ നീ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ കാണുവാൻ നിന്റെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആകും. കേട്ടിട്ടില്ലാത്ത പലരും പറഞ്ഞ് നിങ്ങളുടെ കാതുകൾ അടച്ചു കാണും. നിന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞ്, നിന്റെ തകർച്ചകളെക്കുറിച്ച്, നിങ്ങളുടെ പോരായ്മയെക്കുറിച്ച്, നിങ്ങളുടെ കഴിവില്ലായ്മയെക്കുറിച്ച്, നിങ്ങളുടെ തോൽവിയെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ സഹതാപ കഥകളെക്കുറിച്ച് പറഞ്ഞൊക്കെ നിങ്ങളുടെ കാത് അടച്ചു വെച്ചിരിക്കുകയായിരിക്കും. ആ കാത് ദൈവത്തിന് വേണ്ട വേണ്ട വേണ്ട. പിന്നെയോ നീ ദൈവസന്നിധി ചെന്നിരിക്കുമ്പോൾ ദൈവം നിനക്ക് പുതിയ ഒരു വോയിസ് ദൈവം ഓപ്പൺ ചെയ്തു തരും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നത് എനിക്കറിയാം. ഈ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഹെവി പവറാണ് ഈ സമയം ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വൈദ്യുതിയെ കാണാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ ആ സാധനം പറക്കുമ്പോൾ ശബ്ദം വല്ലതും ഉണ്ടോ? ഒരു ശബ്ദവും ഇല്ല, ഒരു ബഹളവും ഇല്ല. വൈദ്യുതി വന്നോ പോയോ നമ്മളൊന്നും അറിയുന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. വൈദ്യുതിയോ വന്നോ പോയോ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. പക്ഷെ കേട്ടോ, വൈദ്യുതി വരുമ്പോൾ സൗണ്ട് ഉണ്ടോ? ഇല്ല. വൈദ്യുതി സർപ്പാസ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടോ? ഇല്ല. പക്ഷെ അതിമേ തൊട്ടാലോ വിവരം അറിയും എന്നതുപോലെ. അതുപോലെ അത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മെഗാ വോൾട്ടായി ചിലരെ തൊടുന്നുണ്ട്. നീ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയമായത്. ഈ സാന്നിധ്യത്തിന് നിന്നെ തൊട്ടേ പറ്റൂ. ദിസ് ഈസ് ദ ഡേ, ദിസ് ഈസ് ദ ഡേ ഫോർ യു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആത്മവിവശതയുടെ ആ സ്ലേയിങ്ങിൻ്റെ ആ ഒരു അനുഭവം, ആത്മവിവശതയുടെ ആ ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ ഉയർത്തുകയാണ്. ഈ ഒരു ആത്മാവിൻ്റെ നിറവിലൊരു വ്യക്തി ആയിക്കഴിഞ്ഞാൽ, ഈ ആത്മാവിൻ്റെ നിറവിലൊരു വ്യക്തി ആയിക്കഴിഞ്ഞാൽ അവൻ കേട്ടിട്ടില്ലാത്ത സ്വർഗീയ ശബ്ദങ്ങൾ കേൾക്കും. ദൂതൻ അതാ ഇവിടെ യോഹന്നാൻ പറയുന്നത്, കാഹളനാദത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ ഞാൻ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? നമ്മൾ കർത്താവിനോട് കൂടെ ഇരുന്നാൽ ആത്മനിറവിലാകും. 2, ആത്മനിറവിലായാൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങൾ സ്വർഗത്തിൽ നിന്ന് കേൾക്കും. അതെന്നോട് സംസാരിക്കുന്ന ശബ്ദമാണ്. ചിലപ്പോൾ ദൂതന്മാർ വോർഷിപ്പ് ചെയ്യുന്ന സൗണ്ടായിരിക്കും നീ കേൾക്കുന്നത്. ദൂതന്മാർ ആനന്ദിക്കുന്ന, നൃത്തം ചെയ്യുന്ന ശബ്ദമായിരിക്കാം നീ കേൾക്കുന്നത്. ദൂതന്മാർ ചിലമ്പ് തട്ടി ദൈവത്തെ ആരാധിക്കുന്ന സന്ദർഭമായിരിക്കാം, സാഹചര്യമായിരിക്കാം നീ കേൾക്കുന്നത്. ആൻഡ് ദ തേർഡ് വൺ ദൈവത്തോടു കൂടി ഇരിക്കുമ്പോൾ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെ. ജോൺ, ദിസ് ഇസ് എ ഗ്രേറ്റ് തിങ്. നീ ആത്മാവിനോടുകൂടെ ഇരുന്നാൽ ജോണിന് വീണ്ടും ഓപ്പണായ ഒരു റിലമാണ് കാണുവാനുള്ള കാഴ്ച. കാണുവാനുള്ള ഒരു കാഴ്ച, വിഷൻ ഓപ്പണായി. വചനം പറയുന്നു, തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. And I turned to see the voice that spake with me, and being turned, I saw 7 golden candlesticks, and in the midst of the 7 candlesticks, one like unto the Son of Man, clothed with a garment down to the foot, and girt about the paps with a golden girdle. മാറത്ത് പൊൻകച്ച കെട്ടിയ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു.
കണ്ടു. കുറച്ചും കൂടെ ഭംഗിയായ ഒരു വാക്ക് ഷറാബാക്കായാബ ലിബ്രാക്കാസിക്കാമ. അതിൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്ന വേറൊരു വേർഷനുണ്ട്. അതിനകത്ത് കുറച്ചും കൂടെ നല്ല ഇംഗ്ലീഷാണ് കൊടുത്തേക്കുന്നത്. ഇത് KJV. Then I turned to see the voice that was speaking to me, and on turning I saw 7 golden lampstands, and in the midst of the lampstands on the like a son of man, clothed with a long robe and with a golden sash around his chest. The hair of his beard and the hair of his head were white. അത് നമ്മൾ മലയാളത്തിൽ വായിച്ചില്ല. അവൻ്റെ തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രവും അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ഒരപൂർണതയുടെ വാക്ക്, ഞാൻ ഇതുകൊണ്ട് നിർത്തുവാട്ടോ, നമ്മുടെ സമയം ഒരുപാട് പോയി. ഒരപൂർണതയുടെ വാക്ക് ഞാൻ കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ എന്തോ പോലെ ഉള്ളതുപോലെ തോന്നി. അങ്ങനെ ഉണ്ടായിരുന്നോ എന്നെനിക്കറിയത്തില്ല എന്ന ഒരു കാഴ്ചപ്പാടല്ല അവിടെ ജോൺ എഴുതി വെച്ചത്. ആത്മാവിലാകുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? നിനക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. എന്തിനെക്കുറിച്ചും നിനക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. പൊന്നു കുടുംബമേ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ദൈവസന്നിധിയിൽ നേരോടെ നീതിയോടെ നിങ്ങൾ ജീവിക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ ഈ ആത്മാവിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അവിടെ യോഹന്നാൻ കണ്ട ആ സാക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കും. കണ്ട മനുഷ്യൻ്റെ അവസ്ഥയോ, അപ്പോൾ കണ്ട യോഹന്നാൻ്റെ അവസ്ഥയോ? എനിക്ക് ആ യോഹന്നാൻ്റെ കേൾവിക്കാരുടെ അനുഭവത്തിലേക്കല്ല, എനിക്കാഗ്രഹം ആ യോഹന്നാൻ്റെ അനുഭവത്തിലേക്ക് പോകാനാണ്. നിങ്ങൾക്കോ? എനിക്ക് കേൾവിക്കാരൻ്റെ അനുഭവത്തിൽ പോകണ്ട. ഇതിപ്പോൾ വായിച്ച് കേട്ട് എൻ്റെ കർത്താവ് ഇങ്ങനെയാണോ ദൈവം, എനിക്ക് ആ അനുഭവത്തെ മനസ്സിലാക്കിയത് കൊണ്ട് എനിക്ക് കണ്ട യോഹന്നാൻ്റെ ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് എനിക്ക് പോകണം. അടുത്ത താഴെ വാക്ക് പറയാ, അവനെ കണ്ട് ഞാൻ മരിച്ചവനെ പോലെയായി. എനിക്ക് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് പോകണം. പരിശുദ്ധാത്മാവേ, നിനക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കുഞ്ഞെ, ദൈവത്തോടു കൂടെ ചേർന്നിരുന്നാൽ ദൈവത്തെ കാണുമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തെ കണ്ട ഒരനുഭവമാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ദൈവത്തോടു കൂടെ ഇരുന്നാൽ എന്തോ നടക്കും? ദൈവത്തോടു കൂടെ ഇരുന്നാൽ, അല്പസമയം കർത്താവിൻ്റെ കൂടെ ഇരുന്നാൽ ഇതുപോലെ സ്വർഗീയ ദർശനങ്ങളെ നിനക്ക് കാണാൻ പറ്റും. ഇതുപോലെ കർത്താവിനെ നിനക്ക് കാണാൻ പറ്റും. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന നമ്മുടെ യേശുക്രിസ്തുവിനെ നിനക്ക് കാണാൻ പറ്റും. അടുത്തതോ, അവിടുത്തെ ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റും. അവിടുന്ന് നിന്നെ ഗൈഡ് ചെയ്യും, അവിടുന്ന് നിന്നെ ലീഡ് ചെയ്യും, അവിടുന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും. തീർന്നില്ല, നിന്നെ മനുഷ്യർക്ക് ആർക്കും ഇല്ലാത്ത, നിങ്ങളുടെ മുഖത്തിന് നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ലാത്ത ചില വ്യക്തികൾക്കൊന്നും ഇല്ലാത്ത ചില കൃപകളും വരങ്ങളും ദൈവം നിന്നെ അണിയിക്കും. അതുകൊണ്ട് യോഹന്നാനോട് പറഞ്ഞത്, ഇത് നീ എഴുത്. ഞാൻ നിന്നോട് പറയുന്നത്, 7 സഭയ്ക്ക് നീ എഴുത്. ദൈവത്തിൻ്റെ എഴുത്താണിയായി ദൈവം നിന്നെ മാറ്റും. നിന്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകത്തില്ല, നിന്റെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകത്തില്ല. നീ ദൈവത്തോടു കൂടെ ഇരുന്നാൽ, അല്പസമയം കർത്താവിൻ്റെ കൂടെ ഇരുന്നാൽ. ഇന്നത്തെ സന്ദേശം എനിക്ക് തോന്നുന്നില്ല കേട്ടവർക്ക് നഷ്ടമാണെന്ന്. എന്തായാലും ഇത് പറഞ്ഞ എനിക്കിത് ഭയങ്കര ലാഭമാണ്. ഞാൻ തീരുമാനിക്കുക, എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാനിരുന്ന സമയം പോരാ. ഞാൻ മനസ്സിലാക്കുക അത്. കാരണം ഇതുപോലൊരു ശബ്ദം കേൾക്കാൻ ഒരു മനുഷ്യന് സാധിക്കും.
ഇതുപോലത്തെ ഒരു അനുഭവത്തിൽ ഒരു മനുഷ്യനായി തീരുവാൻ സാധിക്കും. പക്ഷേ ഇരുന്ന സമയം പോരാ, പ്രാപിച്ച ആത്മാവ് പോരാ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിനകത്തുള്ള ഗുണപാഠം, സാരാംശം? എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ അധികമായി ഇരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കർത്തൃസന്നിധിയിൽ അധികമായി ഇരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ മഹാസന്നിധിയിൽ അധികമായി സമയം ചിലവിടേണ്ടിയിരിക്കുന്നു. കമോൺ, പ്രാർത്ഥിക്കാൻ കഴിയുന്ന എല്ലാ ദൈവമക്കളും ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരാത്മീയ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ വലിച്ചിടാൻ പോവുക. ആത്മനദിയിലേക്ക് ദൈവം ചിലരെ വലിച്ചിറക്കാൻ പോവുക. താല്പര്യമുള്ളവരെ മാത്രം. ഇവിടെ ബലാത്കാരമായി ആരെയും ദൈവ സാന്നിധ്യത്തിലേക്കോ ദൈവത്തിൻ്റെ ആത്മനദിയിലേക്കോ പിടിച്ചിറക്കുന്നില്ല. നോ. ഞാൻ വ്യക്തമായി അറിയുന്നൊരു കാര്യം ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ ചിലരെ തൊടുന്നു. ഇതുവരെയില്ലാത്തൊരാത്മീയ അനുഭവത്തിൻ്റെ ഉയർന്ന അളവുകൾ ചിലരുടെ ശരീരത്തിലേക്ക് തിരിച്ചറിയുന്നത് പോലെ കർത്താവ് ചൊരിയുന്നു. സ്വീകരിക്കാൻ, ഈ സാന്നിധ്യം സ്വീകരിക്കാൻ ഒരുക്കമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പാ ആ അനുഭവം എനിക്കും തരണമേ എന്ന് പറയാം. നീ ദൈവത്തെ അറിഞ്ഞപ്പോ ഒരുപക്ഷെ നിനക്ക് വേണ്ടപ്പെട്ടവർ, അവരുടെ മുഖം നിന്നോട് മുമ്പേ ഇരുന്നത് പോലെ ആയിരിക്കത്തില്ല. നീ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം പലർക്കും, മുൻപേ ചങ്ങാത്തം കൂടിക്കൊണ്ടിരുന്നവർക്കൊന്നും നിങ്ങളുടെ നേരെ, യാക്കോബിന്റെ നേരെ ലാബാന്റെ മുഖം ഇരുന്നത് പോലെ ആയിരിക്കാം. പക്ഷേ എപ്പോൾ ലാബാന്റെ മുഖം യാക്കോബിന്റെ മുഖത്തിന് നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ലാത്തതായോ, ആ സെക്കൻഡ് മുതലേ ദൈവത്തിന്റെ മുഖം യാക്കോബിന് അനുകൂലമായിരുന്നു. ദൈവം പറയാണ്, അവർ നിന്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഞാൻ നിന്റെ കൂടെ ഇരിക്കും. പരിശുദ്ധാത്മാവാരോട് പറയുന്നു, നീ ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിൽ നീ അനാഥയാകാനൊന്നും പോകുന്നില്ല. നീ ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിൽ, അംഗീകരിച്ചതിൻ്റെ പേരിൽ നിങ്ങളൊന്നും ഇല്ലാതെ നശിച്ചു പോകാനൊന്നും പോകുന്നില്ല. അവർക്കില്ലാത്ത പലതും ദൈവം നിങ്ങൾക്കുണ്ടാക്കും. അവർക്കില്ലാത്ത പലതും ദൈവം നിങ്ങളുടെ മേലിടും. അവരെ കൊണ്ട് കഴിയാത്ത പലതും കർത്താവ് നിങ്ങളിലൂടെ ചെയ്തെടുക്കും. നീ വന്നത് വെറുതെ ആയില്ല. നിങ്ങൾ ഈ കർത്താവിനെ അറിഞ്ഞത് വെറുതെ ആയില്ല. പരിശുദ്ധാത്മാവ് ശക്തിയോടെ ചിലരോട് സംസാരിച്ചതിന് ശേഷം ഇതാ അവരെ തൊടുന്നു. ആരോടോ ദൈവം ഹൃദ്യമായി സംസാരിച്ചതിന് ശേഷം ആത്മാവതി ശക്തിയോടെ ചിലർ തൊടുന്നു. ഇൻ ദ മൈറ്റി നെയിം, നിന്നെ ഉറപ്പിക്കുക ദൈവം, ഉറപ്പിക്കുക. രാംസഥാൽ മാൽഖോനിയ ലബാർഥി രാഷ്പതുനി ഹാർഥുൻ റൈഖൈതു സലാറ്റൈ ബഹോലി ഷൈഡൽ ബൗറ റംസഖൈൻഡല ബഹാസിയ. നീ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം പണ്ട് നിന്റെ കൂടെ നടന്നവരാരും നിന്നോടുകൂടെ നടക്കുന്നില്ലായിരിക്കും. പക്ഷെ ഓർത്തോ അവിടെ മുതല ദൈവം നിന്റെ കൂടെ നടക്കാൻ തുടങ്ങുന്നത്. ദൈവം നിന്റെ കൂടെ നിഴലായും അല്ലാതെയും ഒക്കെ നടക്കാൻ തുടങ്ങുന്നത്. പണ്ട് നിന്റെ കൂടെ നടന്നവർ നിന്റെ കൂടെ നടക്കാനില്ലാത്തത് കൊണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഡാഡി ഇവരോട് സംസാരിച്ചതിന്, ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞാനിവരെ നിറഞ്ഞ മനസ്സോടെ ബ്ലെസ് ചെയ്യുകയാണ്. ഈ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവാക്കി അവിടുന്ന് മാറ്റി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ വലിയ സ്നേഹത്തിന് നന്ദി. ഇന്ന് ദാഹത്തോടും പ്രാർത്ഥനയോടും കൊതിയോടും കൂടെ ഈ സന്ദേശം അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവമക്കളെയും കർത്താവെ അവിടുന്ന് സന്ദർശിച്ചതിനായും, അവരെ അവിടുന്ന് തൊട്ടതിനായും, അവരെ അവിടുന്ന് സൗഖ്യമാക്കിയതിനായും, അവിടുന്ന് അവരെ ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു ഡാഡി. ഞങ്ങളെല്ലാ മഹത്വവും ആരാധനയും പുകഴ്ചയും സ്തുതി ബഹുമാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു.
ഞങ്ങളുടെ ഈ സ്തുതിയും സ്തോത്രവും ആരാധനയും അവിടുന്ന് സ്വീകരിക്കണമേ. അതൻ യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്.